ഹായ്, നമസ്കാരം. നിങ്ങൾ ആരോടും പറഞ്ഞു കൊടുക്കില്ലെങ്കിൽ ഞാൻ ഒരു കാര്യം പറഞ്ഞു തരാം. എൻ്റെ ഭർത്താവ് ഇന്ന് കാലത്തെ ഒരു കൊലപാതകം ചെയ്തു. ആ കൊലപാതകം ചെയ്ത് അതിനെ വെട്ടി നുറുക്കി ഇതാ കറി വെച്ചതാണ് ഇരിക്കുന്നത്. കൊലപാതകം ചെയ്തത് എന്തുകൊണ്ടാണെന്നും കൂടെ പറഞ്ഞു തരാം. ചിക്കൻ കറി. ഇന്നലെ ഇദ്ദേഹം ഇവിടെ ഉണ്ടായിരുന്നു. ആ കോഴിയെ തുറന്നു വിട്ടപ്പോഴത്തേക്കും ആ കോഴി വന്നിട്ട് വേറൊരു കുഞ്ഞു കൂട്ടിൽ കയറിയിരുന്ന് മുട്ടയിട്ട്, അതിൻ്റെ മുട്ട അതായിരിപ്പുണ്ട്, മുട്ടയിട്ട് സ്വയം അങ്ങ് കുടിച്ച്. ഇദ്ദേഹത്തിന് ദേഷ്യം വന്നു. വാക്കില്ലാതിട്ട് അതിന് ഒറ്റ അടി വെച്ചു കൊടുത്തു. അടിയും കൊണ്ടുണ്ട് അത് കിറങ്ങി അത് പോയി. ഇപ്പം മുട്ട കുടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഉള്ള മരുന്നൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്നതാണ്. കൊടുത്തിട്ട് അതിന് മരിക്കാൻ വേണ്ടിയിട്ട് അതിങ്ങനെ ചെയ്യും. ഇന്ന് കാലത്ത് ഞാൻ നോക്കിയപ്പോൾ ഉണ്ട് അതിനെ പിടിച്ചോണ്ട് വന്ന് കെട്ടിത്തൂക്കി കൊന്നത് കറിയാക്കി. ഇനി ഇതിനെ ഈ കറിയെ ഞാൻ ഒന്ന് കഴിച്ചു നോക്കട്ടെ. എനിക്കാണെങ്കിൽ നല്ല പനിയാണ് കേട്ടോ. പനിക്ക് പറ്റിയതാണ് ചിക്കൻ കറി. അവിടുത്തെ കുറച്ച് ചോറും എടുത്ത് ഇച്ചിരി മരിച്ചിനും കൂടുതൽ എടുത്തിട്ടുണ്ട്. ഇതിന് കുറച്ച് ചിക്കനും കൂടി എടുക്കട്ടെ. കുറച്ച് കറിയും കൂടെ ഇതിലോട്ടങ്ങ് ഒഴിച്ച് 2 മുട്ടയുണ്ട്. 2 മുട്ടയും എടുത്ത് വെച്ച്, അദ്ദേഹത്തിന് മുട്ടയൊന്നും വേണ്ട, ഇതിൽ ചിക്കൻ കറിയിലിട്ട മുട്ട അദ്ദേഹത്തിന് വേണ്ട. ചിക്കൻ ഇഷ്ടം പോലെ ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇത്രയും എടുത്തു വെച്ചേക്കണം. മരിച്ചിനിയും ചോറും. ഇത് വേറെ കറിയൊന്നുമില്ല. ഇത് കഴിക്കുമോ ഇല്ലെന്നൊന്നും അറിയാൻ പാടില്ല, എന്നാലും ശ്രമിക്കാം. ഇന്നലെയും ഹോസ്പിറ്റലിൽ പോയി ഇഞ്ചക്ഷനൊക്കെ എടുത്ത് ട്രിപ്പും ഒക്കെ ഇട്ട് വന്നതാണ്. പനിയും ശ്വാസം മുട്ടലും എല്ലാം ഉണ്ട്. നോക്കട്ടെ ഇങ്ങനെയുണ്ടെന്ന്, ബാക്കി രുചി കിട്ടുമോ ഇല്ലയെന്നൊക്കെ നോക്കട്ടെ. നാടൻ ചിക്കൻ അതൊരു പ്രത്യേക ടേസ്റ്റ് തന്നെ. ഒരു കഷ്ണം കൂടി എടുത്തു. ഈ കോഴിക്ക് എന്ത് ചതയൊന്നുമില്ലേ? എല്ലാം എല്ലിരിക്കണം.